ഓരോ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രഭാവതിയും സുമംഗലും എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം ആരും പ്രതീക്ഷിച്ച കാര്യമല്ല അളകാപുരി വീട് ജാനകിയുടെ അബിയുടെയും പേരിലേക്ക് എഴുതി വെക്കുന്നുള്ള കാര്യമൊക്കെ. ഇത് കേട്ടതും അജയ്ക്ക് ഒട്ടും സഹിച്ചില്ല. അജയ് പറഞ്ഞു, അല്ല അച്ഛനിത് എന്തായി പറയണേ? അതെങ്ങനെ സാധിക്കും? അമ്മയുടെ പേരിലും കൂടെ അല്ലേ അളകാപുരി വീട്? അമ്മയുടെ പേരിലും കൂടെ ഉള്ള സ്വത്ത് അച്ഛന് തന്നെ എങ്ങനെ വീതം വെക്കാൻ കഴിയണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും സൂര്യനാരായണൻ പറഞ്ഞു, ആര് പറഞ്ഞങ്ങനെ? അതെ, ഇവിടെയുള്ള സ്വത്തിലൊന്നും അളകാപുരിയുള്ള ഒരു സ്വത്തിന്റെ പേരിലും ഈ പറയുന്ന പ്രഭാവതിക്ക് യാതൊരു അവകാശമില്ലെന്ന് പറയണം. പെട്ടെന്ന് അഭി പറഞ്ഞു, അല്ലച്ച അങ്ങനെയല്ലോ അമ്മ പറയണേ. മുത്തശ്ശിയാണ് നേരത്തെ ആ കാര്യങ്ങളൊക്കെ പറയുന്നേ. അമ്മയ്ക്കും കൂടെ ആ സ്വത്തിലെല്ലാം അവകാശം ഉണ്ടെന്ന്. അതൊക്കെ വെറുതെ പറഞ്ഞല്ലേ അബി. അതൊക്കെ സത്യമാണെന്ന് കരുതി വിശ്വസിച്ചിരുന്ന നിന്റെ അമ്മയൊരു മണ്ടി. മോനെ ഒടിഞ്ഞ ഒരു അസ്ത്രം നേരെ നിന്റെ അമ്മയുടെ കയ്യിലേക്ക് നിന്റെ മുത്തശ്ശി വെച്ചു കൊടുക്കുക ചെയ്തേ. അതും വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കും എന്നുള്ള കാര്യം. ഒരു പക്ഷേങ്കില് ഇവൾക്കൂടെ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സ് സ്വഭാവങ്ങളൊക്കെ മാറുന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അജയ് പറഞ്ഞു, ഇതെങ്ങനെ ശരിയാകും അച്ഛാ? ഒരിക്കലും ശരിയാവുന്ന കാര്യമല്ല. അമലല്ലേ വീട്ടിലെ ഇളയവന്, അവനല്ലേ കിട്ടണ്ടേ? അല്ലെങ്കിൽ എനിക്ക് കിട്ടണമെന്ന് പറയാം. എന്ന് ആര് പറഞ്ഞു? എന്റെ മക്കളെല്ലാം എനിക്ക് ഒരേപോലെയാ. 3 മക്കളുണ്ട്. ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. ഇത്രയും ദിവസമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കണേ. ഈ പറയുന്ന നീയോ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം അജയോട്. ഞാൻ ജീവനോടെ ഉണ്ടോ മരിച്ചു പോയെന്ന്? ഇന്നിപ്പൊ നീ വന്ന എന്തിനാ? സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം പറയാൻ വേണ്ടല്ലേ? അല്ലാതെ നീ ഇങ്ങോട്ട് വരുമായിരുന്നോ? അതെ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് ആർക്ക് കൊടുക്കണം ഞാൻ തീരുമാനിക്കും. പോരാത്തേനും അബി ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട അബിയാണ്. അളകാപുരി ഇന്നത്തെ രീതിയിൽ ആക്കിക്കൊണ്ട് വരാനായിട്ട് അവന്റെ ചോര നീരും കഷ്ടപ്പാടും ഒക്കെയാ. അതിനകത്ത് ആർക്കും ഒരു പങ്കുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അളകാപുരി വീട്ടില് വേറെ ആരും ഞാൻ പ്രതിഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചില്ല. വേണ്ടാത്തവർക്കൊക്കെ തിരിച്ചു പോവാം. അവിടെ നിൽക്കണമെന്ന് താല്പര്യമില്ലാത്തവർക്ക് പോവാം. പക്ഷേങ്കില് വിൽപത്രത്തിലൊരു നിബന്ധനയുണ്ട്. അതെല്ലാരും കേട്ട് കാണുമല്ലോ. അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും സ്വത്തിലൊരു അവകാശം ഉണ്ടാകത്തില്ലെന്ന്. എന്റെ കാലശേഷം മാത്രമേ ഈ വിൽപത്രം പ്രാവർത്തികമാകത്തുള്ളൂ. അതുവരെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. എന്റെ കണ്ണടയുന്നോടം വരെ ആർക്കും ആ കുടുംബത്തിൽ നിന്ന് പോകാൻ സാധിക്കില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് വെറും കൈയോടെ പോകേണ്ടതായിട്ട് വരുമെന്ന് പറയാം. അപർണയെ അജയ് മുഖത്തോട് മുഖം നോക്കണം. അപർണയ്ക്ക് മനസ്സിലായി ഇതൊരു വലിയ ഊരാക്കുടുക്ക് തന്നെയാന്നുള്ള കാര്യം. കാരണം ബാക്കി സ്വത്തുക്കളെല്ലാം എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചിരിക്കുന്നത്. പക്ഷേങ്കില് അബിക്കും ജാനയ്ക്കും അളകാപുരി വീട് കിട്ടിയല്ലോ. അത് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. പ്രഭാവതി പറഞ്ഞു, അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കാം. എങ്ങനെ പ്രഭാവതി ചതിക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്റെ പേരിലാ സ്വത്തെന്നുള്ള കാര്യം? പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നിന്റെ പേരിലും കൂടെ സ്വത്തെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോണ്ട് അത് വിശ്വസിച്ചിരിക്കേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നോ? വെറുതെ അല്ല നീ ഇത്രയും കാലം കിടന്ന് ചാടിയതല്ലേ. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നിനക്കും അവിടെ അവകാശമുള്ളൂ. കൂടുതലായിട്ടൊന്നും ഒരു അവകാശമില്ല പ്രഭാവതി. പക്ഷെ ഇത്രയും ദിവസം ഉണ്ടല്ലോ നീ കാണിച്ചു കൂട്ടിയതൊക്കെ. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നീ ചെയ്തു കൂട്ടിയതൊക്കെ ഒരു കൊടും ക്രൂരത തന്നെയാണ്. ഞാനും തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ മൂത്ത മോനായിട്ട് നീ അബിനെ കാണുന്നു. എന്നിട്ടോ സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യം വന്നു കഴിയുമ്പോഴത്തേനും നീ അവനെ നിഷ്കരണം നീ വലിച്ചെറിയുവല്ലേ ചെയ്തേ. അവന് പക്ഷെ സ്വത്തും പണമൊന്നും അല്ല വേണ്ടിയിരുന്നേ. അവന്റെ അമ്മേനെ മാത്രമായിരുന്നു വേണ്ടിയിരുന്നേ. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് നീ വൈകി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രഭാവതി പറഞ്ഞു, അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട. എനിക്ക് എല്ലാവരുടെ സ്വഭാവങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയണം. പിന്നെ അർഹതപ്പെട്ട എല്ലാവർക്കും കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയാം. അമലിനോ അമൃതയ്ക്കോ അതിലൊന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു. അവർക്കറിയായിരുന്നു, അമലിനാണെങ്കിലും അറിയായിരുന്നു. അമല് പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. അച്ഛൻ്റെ ഈ വിൽപത്രത്തിൽ ഞാൻ തൃപ്തനാണ്. എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം. അല്ലെങ്കിലും ആ അളകാപുരി വീട്ടിൽ കഴിയേണ്ടത് അഭിയേട്ടനും ജാനിയേട്ടത്തിയാണ്. അവർക്ക് മാത്രമാണ് അതിനുള്ള അർഹതയുള്ളൂ. ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചത് ഇത്രയും കാലം അഭിയേട്ടനാണ്. അപ്പൊ അഭിയേട്ടനാണ് ആ കുടുംബത്തിൽ താമസിക്കാൻ എന്തുകൊണ്ടും അർഹതയെന്ന് പറയാണ്. അപർണ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അതെ, നീ കൂടുതലും മിണ്ടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ. ഞങ്ങളുടെ അച്ഛൻ സ്വത്ത് ഭാഗം വെക്കുക. അതിനിടയ്ക്ക് നിനക്ക് എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ ഭാഗം വെക്കുന്നുണ്ടെങ്കിൽ അവിടെ നീ ചെന്ന് നിന്റെ അഭിപ്രായം പറ. ഇവിടെ നീ ഒരു അഭിപ്രായം പറയാൻ വരണ്ടെന്ന് പറയാം. കാരണം തടിയേറ്റവല്ലേ പോയി അപർണയ്ക്ക്. എന്തേലും ചെയ്യാൻ പറ്റുമോ? വല്ലാത്തൊരവസ്ഥ. ഈ സമയം അജയ് പറഞ്ഞു, എന്ത് ചെയ്താലും കുഴപ്പമില്ല, റിസോർട്ട് എത്രയും പെട്ടെന്ന് വിൽക്കണം എന്ന് പറയാം. ഇത് കേട്ടതും അമല് പറഞ്ഞു, റിസോർട്ട് ഇപ്പൊ എന്തിനാ വിൽക്കുന്നേ? എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയാം. അവിടെ അജയ്
ആടെ മുടി തകർന്നു പോയി. കാരണം അത് വിറ്റിട്ടാണെങ്കിലും കിട്ടുവാണെങ്കിൽ ആ പൈസ അങ്ങനെ ഹണി റോസിന് കൊടുക്കാന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയും തകർന്നു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. സുമംഗല പറഞ്ഞു, സൂര്യ, നീ ഇങ്ങനെ ഒരു അഭിപ്രായം കാണിക്കണ്ടായിരുന്നു. നീ ചെയ്ത മോശമായിപ്പോയെന്ന് പറയാൻ. എന്ത് മോശം? ഹും, അമ്മേ അമ്മയാണ് ഇവരുടെ മനസ്സിലേക്ക് ഓരോന്നൊക്കെ വിഷം കുത്തി നിറച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അമ്മ വിജയിച്ച് നമ്മ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാ കാലത്തും വിജയിക്കുന്ന സത്യം മാത്രമേ ഉള്ളൂ. അത് അമ്മ ആദ്യം കരുതണായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് തെറ്റിപ്പോയെന്ന് പറയാണ്. അമ്മ എത്രമാത്രം അഭിയനെ അകറ്റാനായിട്ട് നോക്കിയിരുന്നെങ്കിൽ അത്രത്തോളം അവന് എന്നിലേക്ക് അടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് അമ്മയെ വൈകിപ്പോയെന്നൊക്കെ പറയണം. അങ്ങനെ നാണം കെട്ട് പ്രഭാവതി ദേഷ്യത്തോട് കൂട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി അവിടെ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. എല്ലാവർക്കും കട്ടക്കലിപ്പായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അഭി എന്ന് ചോദിച്ചു, അച്ഛാ എന്തിനാ അച്ഛാ ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതി? ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നു ചോദിക്കാം. സക്കീർ വക്കീൽ പറഞ്ഞു, ഇതായിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ സൂര്യ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബി നീയാണ് ആ കുടുംബത്തിൽ ജീവിക്കേണ്ടത്. ഒരു പക്ഷേങ്കിൽ നീ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്കറിയാലോ. ഒരു കാരണവശാലും ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. നാല് വഴിക്ക് പിരിഞ്ഞു പോകും. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് സൂര്യ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നിന്നെ ഒരിക്കലും ആരും വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. ഒരു പക്ഷേങ്കിൽ സൂര്യ സാറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാനും. ആ നിനക്ക് ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ജാനകി പറഞ്ഞു, ശരിയാ, അച്ഛൻ ചെയ്ത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കറിയാം അച്ഛനൊരിക്കലും അഭിയേട്ടന് ഫേവറില്ലാത്ത അല്ലെങ്കിൽ മോശപ്പെട്ടൊരു കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു അച്ഛാ. പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഈ സ്വത്തും പണമൊന്നും കണ്ടിട്ടല്ല അച്ഛനെ സ്നേഹിച്ചതും അച്ഛനെ കൂടെ കൂട്ടിയെന്ന് പറയണം. അഭി പറഞ്ഞു, എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനെ മാത്രം മതി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട സക്കീർ വക്കീൽ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അഭി ഒരിക്കലും അത് മോഹിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് അഭിക്ക് അത് തന്നത്. കാരണം മോഹിക്കാത്തവരുടെ കൈ കിട്ടിയിട്ട കാര്യമുള്ളൂ. അർഹതപ്പെട്ടവരുടെ കൈ കിട്ടണം. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് അടിപിടി കൂട്ടുന്നവരുടെ കയ്യിലേക്ക് ആ വീട് സ്ഥലമോ അല്ലെങ്കിൽ സ്വത്തോ കിട്ടിയിട്ട കാര്യമില്ലെന്ന് പറയാം. അവരവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കുള്ളൂ. സ്വത്ത് കിട്ടിക്കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന സൂര്യ സാറിനെ പ്രഭാവതി അമ്മേനെയൊക്കെ അടിച്ചു പുറത്താക്കാനും അവർ ശ്രമിക്കാതിരിക്കില്ലെന്ന് പറയാണ്. ഈ സമയം പ്രഭാവതി തകർന്ന മനസ്സോടെ വീട്ടിലേക്ക് വരുവാണ്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സുമംഗല അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, പ്രഭാവതി അമ്മ മിണ്ടല്, അമ്മ ഒരു അക്ഷരം പോലും മിണ്ടല്. അമ്മ ഇത്രയും കാലം എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്റെ പേരിലും കൂടെ സ്വത്തുണ്ടെന്ന്. അങ്ങനെ വിശ്വസിച്ചിരുന്ന് ഞാനൊരു മണ്ടിയായി പോയില്ലെന്ന് ചോദിക്കാം. ഇന്ന് ഞാൻ ആരും അല്ലാതായിപ്പോയി. എന്റെ മക്കളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയില്ലെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ വേണ്ട, ഇനി കൂടുതലൊന്നും പറയാൻ വരണ്ട. അമ്മ മനഃപൂർവ്വം എന്നെ കരുവാക്കി കളിക്കുമായിരുന്നല്ലേ ഇത്രയും കാലം. ഇപ്പോഴാ എനിക്ക് അമ്മയുടെ ചതിയെക്കുറിച്ച് ബോധ്യപ്പെട്ടേന്ന് പറയാണ്. എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ലോ, ഒന്ന് കടന്നു പോകുന്നുണ്ടെന്ന് ചോദിച്ചത് സുമംഗലേനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ആ സമയത്ത് സുമംഗല അങ്ങോട്ട് പോവാണ്. സുമംഗലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രഭാവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വരുവാണ്. അപർണ വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കണേ? അമ്മ കരഞ്ഞിട്ട് ഇനി വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കും. ശരിക്കും ഇവിടെ കളിച്ചാരാന്നറിയോ? സുമംഗല മുത്തശ്ശിയാ. മുത്തശ്ശിയുടെ പ്ലേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഡബിൾ പ്ലേയാ മുത്തശ്ശി കളിച്ചോണ്ടിരുന്നേ. രണ്ട് സൈഡിൽ നിൽക്കും. അമ്മയുടെ സൈഡിൽ നിന്ന് അമ്മയ്ക്കൂടെ സ്വത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കളിച്ച കളി അത് അത്യുഗ്രം കളി തന്നെയായിരുന്നു. ഈ പ്ലേ ഒക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. പക്ഷെ അമ്മയെ മനസ്സിലാക്കാതെ മുത്തശ്ശി പറഞ്ഞ വാക്കും കേട്ടിട്ട് അമ്മ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നു. ഇതിലിപ്പോ ഒരു അടി കിട്ടാനുണ്ടോ? ഇനിയിപ്പം ഇവിടെ നമ്മക്കാർക്കും ഒരു സ്ഥാനമില്ല. അബിക്കും ജാനയ്ക്കും ആയിരിക്കും സ്ഥാനക്കൂടൽ. ഇറങ്ങിപ്പോകാനും പറ്റാത്തൊരവസ്ഥയായി പോയല്ലോന്ന് പറയണം. പ്രഭാവതി പറഞ്ഞു, എന്നാലും ഇങ്ങനൊരു ചതി എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം. അനുഭവിച്ച അമ്മ എല്ലാവരും എടുത്ത് തലയെ വെച്ചോണ്ടിരുന്ന ഇത്രയും കാലം ആ ജാനകിനെ അബീനെ അവര് നല്ല പണി തന്നെയല്ലേ തന്നിരിക്കണമെന്ന് ചോദിക്കും. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അമ്മയ്ക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകാൻ പറ്റും. അങ്ങനെ പോയാൽ അമ്മ എങ്ങോട്ട് പോകും? അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുക. പ്രഭാവതിക്ക് ആ പട വിഷമായി. പ്രഭാവതി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. അപർണയ്ക്കാണ് അടിമുടി പെരുത്ത് കയറുക. എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ സമയം ഹോസ്പിറ്റലിന്റെ മുറിക്ക് വെളിയിൽ ജാനകി നിൽക്കുകയാണ്. അപ്പോഴേക്കും അബിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അബീനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ജാനകി പറഞ്ഞു, ഇനി എനിക്ക് ധൈര്യമായി അബിയേട്ടാന്ന് പറയണേ. എന്തിന്? അല്ല ഇത്രയും കാലം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും മുത്തശ്ശിയാണെങ്കിലും പറയുമായിരുന്നു ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന്. ഇനിയിപ്പൊ ആ ഒരു പേടി വേണ്ടല്ലോ. എന്റെ അബിയേട്ടന്റെ പേരിലല്ലേ അളകാപുരി വീട് കിടക്കുന്നത്. ഇനിയിപ്പം ഞാനാണ് ആ വീട്ടിലെ മൂത്ത മരുമാള്. അപർണനെ മൂത്ത മരുമാളായിട്ട് വാഴിക്കാനായിട്ട് മുത്തശ്ശി ശ്രമിച്ചോണ്ടിരുന്നത്. ഇനിയിപ്പൊ ധൈര്യമായിട്ട് പറയാം, ഞാൻ ആ വീട്ടിലെ മൂത്ത മരുമാള്. എന്നെ ആരും ഇറക്കി വിടാനും പോകുന്നില്ല. എന്തിനേനെ പറയുന്നു? നമ്മുടെ കുഞ്ഞിനോട് പോലും അത്ര ക്രൂരമായിട്ടല്ല മുത്തശ്ശി പെരുമാറിക്കൊണ്ടിരുന്നേ. ഇനിയിപ്പൊ ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടല്ലോ എന്ന് പറയാം. ഇനിയാണ് ജാനകിയുടെ തനി സ്വരൂപം അവർ കാണാനായിട്ട് പോകുന്നത്. ഇത്രയും കാലം എല്ലാരും കൂടെ നമ്മളെ അവിടെ ചവിട്ടി താഴ്ത്തി. പക്ഷെ ഇനി ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അബിയേട്ടാ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, ജാനകി നീയം വേണ്ട അഭിയേട്ടാ, എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാവർക്കും അടിമയെ പോലെ കിടക്കണേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, അച്ഛൻ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ്. അങ്ങനെ ജാനകി ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.